നമുക്ക് ഓ ബാമ അയ്യോ രാമ എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്നാൽ, തന്റെ ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിട്ട നായകൻ അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. അവന്റെ അമ്മയായിരുന്നു അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നതും. അമ്മയ്ക്ക് ശേഷം ഇന്ന് വരെ മറ്റൊരു പെണ്ണും അവനെ അത്രയധികം സ്നേഹിച്ചതേയില്ല. എന്നാൽ ഇപ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നിരിക്കുന്നു. അതും അവന്റെ അമ്മയെ പോലെ അവനെ സ്നേഹിക്കുന്ന പെൺകുട്ടി. ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും സുന്ദരിയായ പെണ്ണെന്നാണ് അവൾ അവളെ തന്നെ വിശേഷിപ്പിക്കുന്നതും. അതിന് പിന്നിലൊരു കാരണമുണ്ട്. നായകനും നായികയും ജീവന തുല്യം സ്നേഹിക്കുവാനായി ആരംഭിച്ചു. എന്നാൽ ഒരു ഘട്ടത്തിൽ നായകനെ വിട്ട് നായിക പിരിഞ്ഞു പോവുകയാണ്. 3 വർഷം കഴിഞ്ഞ് മാത്രമേ ഇനി നമ്മൾ കാണുകയുള്ളൂ എന്ന് അവനോട് അവൾ പറഞ്ഞു. അതിന് പിന്നിൽ ഞെട്ടിക്കുന്നൊരു കാരണമായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണോ അവൾ അവനെ പ്രണയിച്ചതെന്ന് അവൻ ചിന്തിക്കും. എന്തായിരിക്കും ആ കാരണം? നായകൻ തന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിട്ടത്? എന്ത് കാരണം കൊണ്ടായിരിക്കാം നായിക വിട്ടിട്ട് പോയത്? അതൊക്കെ എന്തെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുന്നത് കഥാനായകനായ റാമിന്റെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ്. കുട്ടിയായ റാം തന്റെ അമ്മയുടെ കാലിൽ ചിലങ്കാണിയിച്ചിട്ട് പറയും, ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയുടെ കാലിലാണ് താൻ ചിലങ്കാണിയുന്നതെന്ന്. പക്ഷെ അതിന് അമ്മ മറുപടി പറയാതെ ചാരിയിരിക്കുകയാണ്. സത്യത്തിൽ അവന്റെ അമ്മ മരണപ്പെട്ടിരിക്കുന്നു. അവനാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. ആ ഒരു സീൻ അവിടെ അവസാനിച്ച് പിന്നീട് കാണിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. റാം ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു ഡയറക്ടറാണ്. നല്ല രീതിയിൽ ഒരു സീനിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിയുന്നു. പക്ഷേ റാം ആണെങ്കിലോ അപ്സെറ്റ് ആണ്. നാനിയാണ് സിനിമയിലെ നായകനും. അപ്സെറ്റ് ആയിരിക്കുന്ന റാമിനടുത്ത് എത്തിയ നാനിയുടെ PA പറയും, നാനിയെ പോലൊരു നായകനെ വെച്ചുള്ള സിനിമയാ നീ ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് അപ്സെറ്റ് ആയി ഇരുന്നാൽ ശരിയാകുമോ? നീ ആദ്യം പോയി നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് വരുവാനായും പറയും. റാം അത് കേട്ടതും അവിടെ നിന്ന് നേരെ പോകുന്നത് മലമുകളിലുള്ള ഒരു അമ്പലത്തിലേക്കാണ്. അവിടെ ആരെയോ കാത്തു നിൽക്കുന്നുണ്ട്. റാമിന്റെ ജീവിതത്തില് എന്താണ് സംഭവിച്ചതെന്നാണ് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് വഴി കാണിക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു രാത്രി റോഡിലൂടെ നടന്നു വരികയാണ് റാം. അമ്മയുടെ മരണശേഷം മാമനൊപ്പമാണ് അവൻ താമസിക്കുന്നത്. റാം ഒരു നല്ല സ്വഭാവത്തിന് ഉടമയായ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനാണ്. റോഡിലൂടെ വരുമ്പോഴാണെങ്കിലോ നിയന്ത്രണം വിട്ട് ഒരു കാറാണെങ്കിൽ റാമിനെ ഇടിക്കുവാനായി വരും. എങ്ങനെയൊക്കെയാണ് അവൻ രക്ഷപ്പെട്ടതും. ഒടുവിൽ ആ കാർ പോയി ഇടിക്കുന്നത് ഒരു പോസ്റ്റിലും. ചെന്ന് നോക്കുമ്പോൾ കാറിനുള്ളിൽ ബോധമില്ലാതെ കിടക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയെ കാണുന്നു. അവളാണ് കഥാനായികയായ സത്യഭാമ. ഭാമയെ കണ്ടതും റാമിന് അവളോട് ക്രഷും തോന്നും. അപ്പോഴേക്കും അവളുടെ അമ്മ ഫോൺ വിളിക്കുന്നു. കോളെടുത്ത റാമാണെങ്കിൽ നടന്ന കാര്യം അമ്മയോട് പറയും. കുടിച്ച് ബോധമില്ലാതെയാ അവൾ വണ്ടി ഓടിച്ചതും. വീടിന്റെ അഡ്രസ്സ് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു തരാമെന്നും അവൻ പറയും. അങ്ങനെ അമ്മ അഡ്രസ്സും പറഞ്ഞു കൊടുക്കുന്നു. മദ്യപിച്ച് അവശയായ ഭാമയെ റോഡിലൂടെ നടത്തിക്കൊണ്ടു പോവുകയാണ് റാം. പോകുന്ന വഴിയിൽ ഭാമയ്ക്ക് വിശക്കുന്നതിനാൽ ഒരു തട്ടുകടയിലേക്കും കയറുന്നു. അവിടെ വെച്ച് ഫുഡ് കഴിക്കവേ ഒരു കപ്പിൾസ് അവിടേക്ക് വരും. അതിൽ അയാളാണെങ്കിലും ആ പെൺകുട്ടിയെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ വഴക്ക് പറയുന്നു. അത് കേട്ട് ഭാമയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. ഭാമ അയാളുടെ തലക്കിട്ടൊന്ന് കൊടുക്കും. അയാളുടെ വിഗ്ഗാണെങ്കിലും അപ്പോഴേക്കും മൂരി തറയിൽ വീഴുന്നു. എല്ലാവർക്കും മുന്നിൽ അയാൾ നാണം കെട്ടു പോകും. കൂടാതെ അയാളുടെ കാറിലെ സ്ക്രാച്ചും വീഴ്ത്തുകയാണ്. റാം അവളെ എങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും. ഭാമയെ റാം സേഫ് ആയിട്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കും. തിരിച്ചു വരുന്ന വഴിയിൽ വെച്ച് ആ തട്ടുകടയിൽ വെച്ച് പ്രശ്നമുണ്ടായ അയാളില്ലേ, അയാൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തതിനാൽ പോലീസ് വന്ന് റാമിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അടുത്ത ദിവസം ബോധം വന്ന ഭാമയോട് അമ്മ നടന്ന കാര്യങ്ങളെല്ലാം പറയും. നിന്നെ കാരണമാണ് ആ പാവപ്പെട്ട പയ്യനെ പോലീസ് പിടിച്ചതെന്ന് കൂടി കേട്ടപ്പോൾ അവൾക്കാണെങ്കിൽ പാവം തോന്നി. അതേസമയം സ്റ്റേഷനിലായിരുന്ന റാമിനെ അവന്റെ മാമൻ വന്ന് ഇറക്കിക്കൊണ്ടു പോവുകയാണ്. അപ്പോഴായിരുന്നു റാമിനെ തിരക്കി ഭാമയും സ്റ്റേഷനിലേക്ക് എത്തിയത്. ആ പയ്യനെ ഇറക്കിക്കൊണ്ടു പോയല്ലോ, അവന്റെ പേഴ്സ് എന്നും പറഞ്ഞിട്ട് അവന്റെ പേഴ്സ് എടുത്ത് ഭാമയെ അവിടുത്തെ പോലീസുകാർ ഏൽപ്പിക്കുന്നു. അവളാണെങ്കിൽ പേഴ്സ് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് റാമിന്റെ അമ്മയുടെ ഫോട്ടോയാണ്. ഭാമയാണെങ്കിൽ റാമിന്റെ ഫോൺ നമ്പർ കണ്ടെത്തി അതിൽ വിളിച്ചിട്ട്, ഞാൻ ഭാമ, ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. റാമിനെ കാണണമെന്നും അവൾ പറയുകയാണ്. അങ്ങനെ റാമ് ഭാമ പറഞ്ഞ റെസ്റ്റോറന്റിലേക്ക് എത്തും. രണ്ടാളും പരസ്പരം പരിചയപ്പെടും. അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓപ്പോസിറ്റുള്ളവരാണെങ്കിലോ പബ്ലിക്കായിട്ടിരുന്ന് മദ്യപിക്കുന്നത് അവൾ കാണുന്നു. അത് കണ്ട ഭാമ അവരെ പോയി തല്ലിയിട്ട് പബ്ലിക്കായിട്ടിരുന്ന് മദ്യപിക്കുന്നതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് ബഹളമുണ്ടാക്കുന്നതും. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന റാം ചിന്തിക്കും, തലേ ദിവസം ഇവളല്ലേ മദ്യപിച്ച് വണ്ടി ഓടിച്ചത്, ഇങ്ങനെയുള്ള ഇവൾക്ക് ഇതൊക്കെ പറയാൻ എന്ത് യോഗ്യത എന്ന മട്ടിലാണ് അവൻ ഇരിക്കുന്നതും. അങ്ങനെ റാമുമായിട്ട് സംസാരിച്ചിരുന്ന് അവർ പിരിയും. അടുത്ത ദിവസവും വീണ്ടും സത്യഭാമയാണെങ്കിൽ അവനെ ഫോൺ വിളിക്കുന്നു. കോളേജിൽ ഇരിക്കുന്ന സമയത്തും അവനെ വിളിക്കും. പുറത്തേക്ക് പോകുവാനായിട്ടാണ് അവൾ അവനെ നിർബന്ധിക്കുന്നത്.
നിർബന്ധിക്കുന്നതും. എന്നാൽ ഈ റാമാണെങ്കിൽ ഒരു പാവം പയ്യനാണ്, ആരോടും അങ്ങനെ എതിർത്തൊന്നും സംസാരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഭാമ വിളിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവൻ കൂടെ പോവുകയും ഒക്കെ ചെയ്യുന്നു. ഈ ഭാമയാണെങ്കിലോ പേര് കേട്ടൊരു ബിസിനസ്സുകാരന്റെ മകളാണ്, നല്ല കാശുകാരി. അതുകൊണ്ട് തന്നെ അവൾ കാറും കൊണ്ടുവരും. അവൾ കാറും കൊണ്ട് വരുന്ന സമയത്ത് വേറെ നിവർത്തിയില്ലാതെ കാറിൽ കയറി പോവുകയാണ് റാം. ഈ ഭാമയ്ക്കാണെങ്കിൽ കുറേ കഥകൾ സ്റ്റോക്ക് ഉണ്ട്, അതെല്ലാം അവന് പറഞ്ഞു കൊടുക്കും. അവൾക്ക് ഒരു സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്നാൽ അവൾ പറയുന്ന കഥകളെല്ലാം പൊട്ട കഥകളാ. കഥ പറയുവാനായിട്ട് കൊണ്ടുപോകുന്ന സ്ഥലമോ ശ്മശാനത്തിലൊക്കെ ആയിരുന്നു. റാമിനാണെങ്കിലോ ഒടുക്കത്തെ പേടിയും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ സത്യഭാമയാണെങ്കിൽ നേരെ അവന്റെ കോളേജിലേക്ക് വന്നിട്ട് അവളോടൊപ്പം അവളുടെ കൂട്ടുകാരിയുമുണ്ട്. റാമിനെയും അവന്റെ കൂട്ടുകാരിയും കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. എന്തിലേ വേറെ കഥയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതും. അവിടെ വെച്ച് കുറെ പിള്ളേരെ കാണുമ്പോൾ അവരോടൊപ്പം നിന്ന് ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നു. അതെല്ലാം കാണുന്ന റാമാണെങ്കിൽ ഭാമയുടെ കൂട്ടുകാരികളോട് പറയുന്നുണ്ട്, ഇവളാണെങ്കിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നു, ആകെ പ്രശ്നമുണ്ടാക്കി. എന്നിട്ട് ഇവളാണെങ്കിലോ ബാക്കിയുള്ളവരെ ഉപദേശിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ട് ഭാമയുടെ കൂട്ടുകാരി പറയും, നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പെൺകുട്ടിയല്ല ഭാമ. അവൾ നല്ല കുട്ടിയാ. അച്ചടക്കത്തോടു കൂടിയ അവളുടെ അച്ഛനും അമ്മയും അവളെ വളർത്തിയത്. അവൾക്ക് യാതൊരുവിധ ദുശീലവുമില്ല. പക്ഷേ അവൾ അന്ന് മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് കാരണം ഞങ്ങൾ തന്നെയാ. ഞങ്ങളോടൊപ്പം അവളൊരു പാർട്ടിക്ക് വന്നിരുന്നു. അവളാണെങ്കിൽ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഞങ്ങളാ അവൾ അറിയാതെ ജ്യൂസിലാണെങ്കിൽ മദ്യം കലർത്തി കൊടുത്തതും. അതറിയാതെ അവൾ കുടിച്ചത് കാരണമാണ് ഇത്രയും പ്രശ്നമുണ്ടായത് എന്നുള്ള കാര്യം കൂട്ടുകാരി പറയുന്നു. അത് കേട്ടപ്പോഴേക്കും റാമിനാണെങ്കിൽ ഭാമയോട് ചെറിയ അട്രാക്ഷനൊക്കെ തോന്നുന്നു. അങ്ങനെ ഭാമയാണെങ്കിലോ വീണ്ടും റാമിനെ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ട് അവളുടെ കയ്യിലുള്ള പൊട്ടക്കഥ അവന് പറഞ്ഞു കൊടുക്കുന്നു. ഇത്രയും നാൾ ഭാമ പറഞ്ഞ പൊട്ടക്കഥകളെല്ലാം കേട്ടുകൊണ്ടുന്ന റാം അന്ന് പ്രതികരിക്കുകയാണ്, നീ പറയുന്ന കഥകളെല്ലാം പൊട്ടക്കഥകളാ, അതൊന്നും സിനിമയാക്കുവാൻ പറ്റില്ല എന്ന് പറഞ്ഞതും അത് കേട്ടതും ഭാമയ്ക്ക് ദേഷ്യം വന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അവിടെ ഉണ്ടായിരുന്ന പുഴയിലേക്ക് എടുത്ത് ചാടും. അവൾ പുഴയിൽ ചാടിയതും ഉടനെ തന്നെ റാമിന് തന്റെ കുട്ടിക്കാലത്ത് നടന്ന കുറേ സംഭവങ്ങളൊക്കെ ഓർമ്മ വരുന്നു. അതെന്താണെന്ന് വഴിയെ മനസ്സിലാകും. വെള്ളത്തിലേക്ക് ഇറങ്ങുവാനായിട്ട് പേടിയുള്ള റാമാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അവളെ രക്ഷിക്കുവാനായിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ഭാമയെ എങ്ങനെയൊക്കെ അവൻ രക്ഷിക്കുകയാണ്. ഭാമയാണെങ്കിലോ പ്രണയത്തോടു കൂടി അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നു. അതോടുകൂടി ഭാമയ്ക്ക് റാമിനോട് പ്രണയം തോന്നുന്നു. ഭാമയുടെ പ്രണയം മനസ്സിലാക്കി റാമിനും അവളോട് പ്രണയം തോന്നുകയാണ്. രണ്ടുപേരും ജീവന തുല്യം സ്നേഹിക്കുവാനായും ആരംഭിച്ചു. അങ്ങനെ ഇരിക്കെ ഭാമയെ അവളുടെ അച്ഛൻ ഫോൺ വിളിക്കും. എന്നിട്ട് അവളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. എന്തെന്നാൽ അവൾക്ക് വേണ്ടിയിട്ട് ഒരു പയ്യനെ അച്ഛൻ നോക്കി വെച്ചിട്ടുണ്ട്. ആ പയ്യന്റെ നമ്പറാണെങ്കിൽ അവൾക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. നീ ആ ഒരു നമ്പറിലേക്ക് വിളിക്കണമെന്നും അവനെ പോയി കാണണമെന്നുമൊക്കെയാണ് അച്ഛൻ പറയുന്നതും. അച്ഛൻ പറഞ്ഞാൽ ഭാമയാണെങ്കിൽ എതിരൊന്നും ചെയ്യത്തില്ല, അത് തന്നെ അനുസരിക്കും. അങ്ങനെ ഭാമയാണെങ്കിലോ ആ ഫോൺ നമ്പർ എടുത്ത് ആ പയ്യനെ വിളിക്കും. എന്നിട്ട് അവനോട് ബ്രദർ എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നതും. അതോടുകൂടി അവനാണെങ്കിൽ ഭാമയോട് വല്ലാത്ത ദേഷ്യമാവുകയും ചെയ്യുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് ഒരു ദിവസം ഭാമയാണെങ്കിലോ നമ്മളെ റാമിനെ കൊണ്ട് ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഡയറക്ടർ ആകണമെന്നാണ് ആഗ്രഹം, അതിനു വേണ്ടിയിട്ട് ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആകുവാനെയും തീരുമാനിച്ചു എന്ന് പറഞ്ഞാണ് അവനെയും കൂട്ടിക്കൊണ്ടു വരുന്നത്. ചെന്ന സമയത്ത് ഡയറക്ടർ ഭാമയോട് ചോദിക്കും, ഇതാണോ നീ പറഞ്ഞ പയ്യനെന്ന്. സത്യത്തിൽ അവൾ വന്നിരിക്കുന്നത് നമ്മുടെ റാമിന് വേണ്ടിയിട്ടൊരു അവസരത്തിന് വേണ്ടിയാ. റാമിനെ അവൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കണം. അവൻ ഭാവിയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഡയറക്ടറായി കാണണമെന്നാണ് അവളുടെ ആഗ്രഹവും. അതിനു വേണ്ടിയിട്ടാണ് അവൾ ഇപ്പോൾ റാമിനെയും കൂട്ടി വന്നിരിക്കുന്നത്. എന്നാൽ റാമിനാണെങ്കിലോ അതൊട്ടും ഇഷ്ടമായതേയില്ല. അവനാണെങ്കിൽ ഈ സിനിമ ഫീൽഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒട്ടും ഇഷ്ടമേ അല്ല. ഭാമയോടൊപ്പം കഥയും പറഞ്ഞ് നടന്ന സമയത്ത് അവന് ഡയറക്ഷനിൽ ഒരു കഴിവുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് അവനെ കൊണ്ടുവരുവാനായിട്ട് ഭാമ ശ്രമിക്കുന്നതും. ഭാമയുടെ സ്നേഹം കാരണം അതിന് മറുത്ത് പറയുവാനായിട്ട് അവന് തോന്നിയതുമില്ല. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുവാനെയും റാം സമ്മതിക്കുന്നു. റാമാണെങ്കിലോ പഴയ മുഷിഞ്ഞ ഡ്രസ്സുകളും ഇട്ടാണ് എന്നും സെറ്റിലേക്കൊക്കെ പോകുന്നത്. അത് കാണുന്ന ഭാമയ്ക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം. അവൾ അവനെയും കൂട്ടി ടെക്സ്റ്റൈൽസിൽ പോയി അവന് കുറെ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ റോഡ് ക്രോസ് ചെയ്യുവാനായി പോകുന്ന സമയത്ത് തന്നെ റാമാണെങ്കിൽ ഒരു മുത്തശ്ശനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അതേസമയം റാമിന് ഒരു വണ്ടി ഇടിക്കുവാനായി വരും. അത് കണ്ട് ഭാമയാണെങ്കിലോ അവനെ രക്ഷിക്കുവാനായി ഓടി ചെല്ലുന്ന സമയം മറ്റൊരു വണ്ടി വന്ന് ഭാമയെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അതോടുകൂടി റാമിന്റെ ബോധവും പോയി. റാമാണെങ്കിലോ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് ഭാമയെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്കും എത്തിക്കും. അവളുടെ വീട്ടുകാരെല്ലാവരും ഹോസ്പിറ്റലിലേക്കും എത്തുന്നു. അപ്പോഴാണ് ഭാമയ്ക്ക് കുറച്ച് സീരിയസ് ആണെന്നുള്ള കാര്യം അറിയുന്നതും. റാം അത് കേട്ട് തകർന്നു പോകുന്നു. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്.
അപ്പോഴാണ് റാമിന്റെ ജീവിതത്തിൽ പണ്ട് നടന്നിട്ടുള്ള കുറേ ദുരന്തങ്ങളുണ്ടല്ലോ അതൊക്കെ എന്താണെന്ന് കാണിക്കുന്നതും. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. റാമിനൊരു അമ്മയുണ്ട്, സുന്ദരിയായ അമ്മ. ഈ അമ്മയാണെങ്കിലും ഒരു ഭരതനാട്യം ടീച്ചറായിരുന്നു. റാമിന്റെ അമ്മ ഒരുപാട് പെൺകുട്ടികൾക്ക് ഭരതനാട്യം പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു താൻ ആദ്യമായിട്ട് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അമ്മ അറിയുന്നതും. റാമിനെയാണ് പ്രഗ്നന്റ് ആയിരിക്കുന്നത്. ആ ഒരു കാര്യം സന്തോഷത്തോടു കൂടി തന്റെ ഭർത്താവിനോട് ചെന്ന് പറയുമ്പോൾ ഭർത്താവാണെങ്കിലോ എനിക്കിതിനൊന്നും താല്പര്യമില്ല, പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ അങ്ങ് നശിപ്പിച്ച് കളയുവാനായിട്ടും പറയും. എന്നാൽ അമ്മ അതിന് തയ്യാറായില്ല. അമ്മയാണെങ്കിലോ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ കുഞ്ഞിനെ താൻ പ്രസവിക്കുമെന്ന തീരുമാനത്തിലായിരുന്നു. അങ്ങനെ അമ്മ റാമിന് ജന്മം നൽകി. റാമിനെ ആണെങ്കിലോ അവന്റെ അച്ഛന് ഒട്ടും ഇഷ്ടമേ ഇല്ല. അവൻ എപ്പോൾ അടുത്ത് ചെന്നാലും അവനെ അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്യുന്നതും. കുഞ്ഞായിരുന്ന റാമിനെ ഏറ്റവും കൂടുതൽ കൂട്ട് അമ്മ തന്നെയായിരുന്നു. അവന് നല്ല സ്നേഹമൊക്കെ കൊടുത്ത് അവനെ നല്ല രീതിക്കാണ് അമ്മ വളർത്തുന്നതും. അതുകൊണ്ട് തന്നെ അവനും അമ്മയെന്ന് വെച്ചാൽ ജീവനാണ്. റാമു വളർന്നു വലുതാകുമ്പോഴും അവന് സിനിമയോടുള്ള താല്പര്യം കൂടിക്കൂടി വരികയാണ്. അവനെയും കൊണ്ട് അമ്മ എപ്പോഴും സിനിമ കാണാൻ പോകാറുണ്ട്. അവനാണെങ്കിൽ ഓരോ സിനിമ കണ്ടിട്ടും ഓരോ അഭിപ്രായങ്ങൾ പറയും. അത് കാണുന്ന അമ്മ അച്ഛനെ പോലെ തന്നെ ഇവനും ഡയറക്ഷനിൽ നല്ല കഴിവുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. എന്നാൽ ഒരു ദിവസമാണെങ്കിലോ പ്രോഗ്രസ് കാർഡ് കാണിച്ചത് കൊണ്ട് തന്നെ അത് അച്ഛനെ കൊണ്ട് കാണിക്കുവാനായിട്ട് റാം ചെല്ലും. എന്നാൽ അച്ഛനാണെങ്കിൽ പോടാ എന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റുകയാണ് ചെയ്യുന്നതും. അമ്മയാണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കും. അച്ഛൻ ഇങ്ങനത്തെ സ്വഭാവമായാലും അമ്മ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരിക്കൽ അമ്മയും മകനും പുറത്തു പോകുന്ന സമയത്ത് അവിടെ വെച്ച് അവന്റെ മാമനെ കാണുന്നു. മാമനാണെങ്കിൽ റാമിന്റെ അമ്മയോട് മിണ്ടാറേയില്ല. അതിന് കാരണം ഈ ഡയറക്ടറിനെ സ്നേഹിച്ച് ഡയറക്ടറിനൊപ്പം അമ്മ ഇറങ്ങിപ്പോയതാണ്. അന്നു മുതൽ മാമൻ അമ്മയോട് മിണ്ടാറേയില്ല. റാമിന്റെ സ്കൂളിലെ പ്രോഗ്രാം നടക്കുമ്പോൾ ഡ്രാമയിലൊക്കെ പങ്കെടുക്കുകയാണ് റാമും കൂട്ടരും. എന്നിട്ട് ഡ്രാമ നല്ല രീതിക്ക് ഡയറക്ട് ചെയ്തു കൊടുക്കുന്നതോ റാം തന്നെയാണ്. ഇതെല്ലാം കാണുന്ന റാമിന് തന്റെ മകൻ ഭാവിയിൽ ഒരു ഡയറക്ടറായി വരും എന്നുള്ള പ്രതീക്ഷയാണ്. അതാ സ്കൂളിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് റാമിന്റെ അച്ഛനായ ഡയറക്ടർ ആണെങ്കിലോ തന്റെ ബന്ധുവിനെ കാണുവാനായും എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ തന്റെ ആദ്യ ഭാര്യ നിയമപരമായി വിവാഹം കഴിച്ച ഭാര്യ ഇരിക്കവെയാണ് ഈ ഡയറക്ടർ രണ്ടാമതൊരാളുമായിട്ട് ജീവിക്കുന്നതും. ആ ആൾ മറ്റാരുമല്ല, റാമിന്റെ അമ്മയാണ്. സത്യത്തിൽ ആ ഡയറക്ടറിന്റെ കീപ്പാണ് റാമിന്റെ അമ്മ. ആ ഒരു കാര്യം നാട് മുഴുവൻ നാറിയത് കൊണ്ട് തന്നെ നിന്നെ കാരണം എല്ലാവരും ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല നിന്റെ കീപ്പിനിപ്പോൾ ഒരു മകന് ജനിച്ചിരിക്കുന്നു. അവനാണെങ്കിലോ നിന്നെപ്പോലെ ഡയറക്ടർ ആകുമെന്ന എല്ലാവരും പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ബന്ധു റാമിന്റെ അച്ഛനെ എരിയേറ്റി കൊടുക്കും. അതോടുകൂടി ആ ഒരു ദേശത്തിൽ വീട്ടിൽ വരുന്ന റാമിന്റെ അച്ഛനാണെങ്കിലോ റാം സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നു. റാമിന്റെ അച്ഛൻ അവനെ ഇഷ്ടമേ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ വേഗം വന്നിട്ട് അവനെ വെള്ളത്തിൽ മുക്കി കൊല്ലുവാനായും ശ്രമിക്കും. അമ്മ വന്നതുകൊണ്ടാണ് അവൻ ഒരുവിധം രക്ഷപ്പെട്ടത്. അന്നു മുതലാണ് അവന് ഈ വെള്ളം അതൊക്കെ വല്ലാത്ത പേടിയായി തുടങ്ങിയതും. തന്റെ മകനെ കൊല്ലുവാനായി ശ്രമിക്കുന്നത് അമ്മ കണ്ടല്ലോ. അതിൽ പിന്നെ അയാളോടൊപ്പം ജീവിക്കുവാനായിട്ട് അമ്മയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. എന്റെ ചേട്ടൻ അന്നേ പറഞ്ഞതാ നിങ്ങളോടൊപ്പം പോകരുതെന്ന്. അതൊന്നും കേൾക്കാതെ വന്നതുകൊണ്ട് ഞാനിതൊക്കെ അനുഭവിക്കണം. ഇനി എന്തായാലും നിങ്ങളോടൊപ്പം ജീവിക്കുവാൻ ഞാൻ തയ്യാറല്ല. എന്റെയും എന്റെ കുഞ്ഞിന്റെയും പരിസരത്ത് വന്നു പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് റാമിനെയും കൊണ്ട് അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും. അന്ന് മുതൽ റാമിനെ വളർത്തുവാനായിട്ട് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ റാമാണെങ്കിലോ തന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ താൻ ഒരിക്കലും ഡയറക്ടർ ആകരുത് എന്ന് ചിന്തിച്ച് ഡയറക്ഷൻ എന്നൊരു ആഗ്രഹം മനസ്സിലുള്ളതെല്ലാം കുഴിച്ചു മൂടുകയാണ്. അമ്മയ്ക്കും അത് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നെഞ്ചുവേദന വന്ന് അമ്മ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അതോടുകൂടി അനാഥനായി പോയ റാമിനെ അവന്റെ മാമനാണ് ദത്തെടുത്ത് വളർത്തുന്നതും. അന്നു മുതൽ ഇന്നു വരെ അവന്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നോക്കുന്നത് അവന്റെ മാമനാണ്. അതുകൊണ്ട് തന്നെ റാമിനും അവന്റെ മാമനെന്ന് വെച്ചാൽ ജീവനാണ്. അമ്മ മരിച്ചതിൽ പിന്നെ ഒരു പെണ്ണും അവനെ ഇതുവരെയും അമ്മയെപ്പോലെ സ്നേഹിച്ചിട്ടേയില്ല. എന്നാൽ ഇപ്പോൾ സത്യഭാമയാണ് അവൻ അന്ന് നഷ്ടമായ സ്നേഹം ഇന്നവന് കൊടുക്കുന്നതും. സത്യഭാമ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ടെൻഷനിലിരിക്കുകയായിരുന്നു റാമ്. അപ്പോഴാണ് ഒരു കുഴപ്പവുമില്ലാതെ സത്യഭാമ കണ്ണു തുറക്കുന്നതും. റാമിന് അപ്പോഴാണ് കുറച്ചൊന്ന് സമാധാനമായതും. അങ്ങനെ അവൾ പതിയെ പതിയെ ജീവിതത്തിലേക്കും തിരികെ വന്നു. അവർ പഴയതുപോലെ തന്നെ പ്രണയിക്കുവാനായും ആരംഭിച്ചു. തന്റെ ഡയറക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാനായും റാം ആരംഭിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സത്യഭാമ തന്റെ ബന്ധുവിന്റെ വിവാഹത്തിന് റാമിനെയും കൂട്ടിക്കൊണ്ടു പോകും. അവിടെ അവളുടെ അമ്മയും ബന്ധുക്കളും എല്ലാവരും നിൽക്കുകയായിരുന്നു. ഇതാണ് തന്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞ് റാമിനെ അവൾ എല്ലാവർക്കും മുന്നിൽ പരിചയപ്പെടുത്തി. വിവാഹ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഭാമ റാമിനെയും കൂട്ടി നേരെ വരുന്നത് അവനും അമ്മയും താമസിച്ചിരുന്ന വീട്ടിലേക്കാണ്. ഏത് വീട്ടിൽ വെച്ചാണോ അമ്മ മരണപ്പെട്ടത് അതേ വീട്ടിലേക്ക് തന്നെയാണ്. അവിടെ എത്തുമ്പോൾ തന്റെ പഴയ ഓർമ്മകളൊക്കെ അവന് വരുന്നു. എന്നാൽ ആ വീട്ടിൽ അവന്റെ അച്ഛനുണ്ടായിരുന്നു. അച്ഛനെ കണ്ടതും അവന് വല്ലാതെ പേടിയാകുവാനും തുടങ്ങി. പണ്ട് അച്ഛൻ അവനോട് അങ്ങനെ കാണിച്ചതിൽ പിന്നെ അവൻ അച്ഛനെ കാണുമ്പോൾ വല്ലാത്ത പേടിയാണ്. റോഡിൽ വെച്ച് അവനൊരു വയസ്സായ ആളിനെ കണ്ടില്ലേ, സത്യത്തിൽ അത് അവന്റെ അച്ഛനായിരുന്നു.
അച്ഛനാണെങ്കിൽ അവനെ കണ്ടതും ഒരുപാട് മാപ്പ് പറയും. നിന്നോടും നിന്റെ അമ്മയോടും ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. എൻ്റെ ആദ്യ ഭാര്യയെ വിട്ടിട്ട് ഞാൻ നിന്റെ അമ്മയെ വിവാഹം കഴിച്ചിട്ടും ഞാൻ നിന്റെ അമ്മയോട് പോലും നീതി പുലർത്തിയില്ല. നിന്റെ അമ്മയും എന്നെ വിട്ടിട്ട് പോയി, നീയും എന്നെ വിട്ടിട്ട് പോയി. എനിക്കിപ്പോൾ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്ത തെറ്റിനെല്ലാം അവന്റെ കാലിൽ വീണ് അച്ഛൻ മാപ്പ് പറയുന്നു. അവൻ എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥയായി. എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന ഭാമയെ കാത്ത് അവളുടെ അച്ഛനുണ്ടായിരുന്നു. കുറേ നാളുകളായിട്ട് അച്ഛൻ ബിസിനസ് സംബന്ധിച്ച് വിദേശത്തായിരുന്നു. ഇപ്പോഴാണ് നാട്ടിലേക്ക് വന്നിരിക്കുന്നതും. എന്നിട്ട് അവളുടെ വിവാഹകാര്യം അവളോട് പറയുന്നു. അവൾക്ക് എന്ത് പറയണമെന്നറിയത്തില്ല. അവൾക്ക് അച്ഛനെ ചെറിയ പേടിയും അതിനേക്കാൾ കൂടുതൽ അവൾക്ക് സ്നേഹവുമാണുള്ളത്. അച്ഛൻ പറയുന്ന എന്തും തന്നെ അവൾ അനുസരിക്കും. എന്നാൽ റാമിനോട് അതെങ്ങനെ പറയുമെന്ന ചിന്തയാണ് അവൾക്ക്. റാമു വിളിക്കുമ്പോൾ അവൾ കോളെടുക്കുന്നതേയില്ല. ഒരാഴ്ചത്തോളം അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരിക്കൽ റാമിനെ കാണുവാനായിട്ടും ഭാമ തീരുമാനിച്ചു. ആ മലമുകളിലുള്ള അമ്പലത്തിലേക്കാണ് അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നതും. എന്നിട്ട് അവനോട് പറയും, ഒരു 3 വർഷത്തേക്ക് നമുക്കിനി നേരിൽ കാണണ്ട, മിണ്ടണ്ട. നീ എന്തായാലും നിന്റെ കരിയറിൽ നീ ആഗ്രഹിക്കുന്ന ലെവലിലെത്തണം. അതെത്തി കഴിഞ്ഞതിന് ശേഷം നീ എന്നെ കാണാൻ വാ. അപ്പോൾ നമ്മുടെ കാര്യം നമുക്ക് തീരുമാനിക്കാമെന്നും അവൾ പറയുന്നു. റാമിന് മനസ്സിലായി അവളുടെ വീട്ടിൽ അവളുടെ അച്ഛൻ വിവാഹം ഉറപ്പിച്ചതിന് അവൾ സമ്മതിച്ചുവെന്നത്. നീ എന്നെ ചതിക്കുകയാണോ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അതിനൊന്നും മറുപടി കൊടുക്കാതെ കരഞ്ഞുകൊണ്ടാണ് ഭാമ അവിടെ നിന്ന് പോകുന്നതും. ഭാമ പറഞ്ഞിട്ടുണ്ട് കരിയറിൽ അവൻ രക്ഷപ്പെടണം, വലിയൊരു ഡയറക്ടറായി വേണം 3 വർഷം കഴിഞ്ഞ് അവളുടെ മുന്നിൽ വരാനെന്ന്. എന്നാൽ അവനാണെങ്കിലോ അവൾ തന്നെ ചതിച്ചു എന്ന് ചിന്തിച്ച് അവൻ വല്ലാത്ത ഡിപ്രഷനിലേക്കും പോകുന്നു. കരിയറിൽ പോലും ശ്രദ്ധിക്കാതെ എപ്പോഴും മദ്യപിച്ച് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നടക്കുന്നതും. ഇതെല്ലാം അവന്റെ മാമൻ കാണുന്നുണ്ട്. മാമനും ഭാമയാണ് കുറ്റം പറയുന്നത്. അതേ സമയത്തായിരുന്നു ഭാമയുടെ കൂട്ടുകാരി റാമിനെ കാണുവാനായിട്ട് അവിടേക്ക് വരുന്നതും. റാമാണെങ്കിലോ ഭാമയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവൾക്ക് മനസ്സിലായി. എന്നാൽ അവൾ റാമിനോട് പറയും, നിങ്ങൾ എല്ലാവരും ഭാമയെക്കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത്? നിങ്ങൾ കരുതും പോലൊരു പെൺകുട്ടിയെയല്ല അവൾ. നിനക്ക് സത്യഭാമയെ ഈ ഒരു വർഷം കൊണ്ട് മാത്രമേ അറിയാവൂ. പക്ഷേ അവൾക്ക് നിന്നെ കുഞ്ഞുനാൾ മുതൽ അറിയാമെന്നുള്ളൊരു കാര്യവും കൂട്ടുകാരി പറയുന്നു. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ റാമിന്റെ അമ്മ ഭരതനാട്യം പഠിപ്പിക്കുന്ന ടീച്ചറാണല്ലോ. റാമിന്റെ അമ്മയുടെ അടുത്ത് പഠിക്കുവാനായിട്ട് ഒരുപാട് പെൺകുട്ടികൾ വരും. അതിലൊരാളായിരുന്നു സത്യഭാമ. റാമു തന്റെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നതെല്ലാം സത്യഭാമ ശ്രദ്ധിക്കും. അമ്മയുടെ കാലിൽ എപ്പോഴും ചിലങ്ക കെട്ടി കൊടുത്തിട്ട് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും സുന്ദരിയായ സ്ത്രീ എൻ്റെ അമ്മയാണെന്ന് അവൻ എപ്പോഴും പറയാറില്ലേ, അതെല്ലാം അവൾ ശ്രദ്ധിക്കും. തന്റെ അമ്മയെ റാം ഒരുപാട് സ്നേഹിക്കുന്നത് അവൾക്കും ഒരുപാട് ഇഷ്ടമായി. അന്നു മുതൽ റാമിനോട് അവൾക്ക് പ്രണയമുണ്ടായിരുന്നു. അന്ന് റാമിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവനെ അന്വേഷിച്ച് ഭാമ പോലീസ് സ്റ്റേഷനിൽ എത്തിയല്ലോ. അപ്പോഴാണല്ലോ റാമിന്റെ പേഴ്സ് അവൾക്ക് പോലീസുകാർ കൊടുത്തതും. പേഴ്സ് തുറന്നു നോക്കുന്ന സമയത്താണ് റാമിന്റെ അമ്മയുടെ ഫോട്ടോ അവൾ കാണുന്നതും. തന്നെ ഭരതനാട്യം പഠിപ്പിച്ച ടീച്ചറാണതെന്നും അവരുടെ മകനാണ് റാമെന്നും അവൾക്ക് മനസ്സിലായി. അതോടുകൂടി എങ്ങനെയെങ്കിലും റാമിനെ കണ്ടെത്തണമെന്നും അവൾ തീരുമാനിച്ചു. അങ്ങനെയാണ് റാമിന്റെ പിന്നാലെ ഭാമ കൂടിയതും. അവൾക്ക് പണ്ട് ഇഷ്ടം തോന്നിയിരുന്ന അതേ പയ്യനെയാണ് ഇപ്പോൾ അവൾ കണ്ടെത്തിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് റാമിനെ വിളിച്ചപ്പോഴൊക്കെ ലോകത്തിലേക്ക് വെച്ച സുന്ദരിയായ പെണ്ണ് ഞാനാണെന്ന് അവൾ അവനെ പരിചയപ്പെടുത്തുന്നതും. റാമിന്റെ ഡീറ്റെയിൽസ് എല്ലാം പേഴ്സിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവനും അവന്റെ അമ്മയും അവസാനമായി താമസിച്ച വീട് കണ്ടെത്തി ഭാമ അവിടേക്ക് പോകും. അവിടെ അവന്റെ അച്ഛനായിരുന്നു ഉണ്ടായിരുന്നത്. അച്ഛനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭാമയോട് തുറന്നു പറയുന്നു. റാമു പണ്ട് ഡയറിയിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡയറിയെല്ലാം അവളെ ഏൽപ്പിക്കും. എൻ്റെ മകന് ഡയറക്ടർ ആകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈ ഒരു സ്വഭാവം കാരണമാണ് അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അവൻ കുഴിച്ചുമൂടി ഇന്ന് എവിടെയോ അവൻ ജോലി ചെയ്ത് ജീവിക്കുന്നതും. അവൻ അങ്ങനെയൊന്നും ജീവിക്കേണ്ട ആളായിരുന്നില്ല. എല്ലാത്തിനും കാരണം ഞാനാണെന്ന് ഭാമയോട് റാമിന്റെ അച്ഛൻ പറയും. അങ്ങനെയാണ് ഭാമ നേരെ റാമിനടുത്ത് എത്തിയിട്ട് തനിക്കൊരു കഥ പറയണമെന്നും ഡയറക്ടർ ആകണമെന്നുമുള്ള ആഗ്രഹമൊക്കെ അവൾ പറയുന്നതും. എന്നാൽ റാമാണെങ്കിൽ അവൾ കഥ പറയുമ്പോഴുള്ള മിസ്റ്റേക്ക് എല്ലാം ചൂണ്ടിക്കാണിക്കും. തന്റെ മനസ്സിൽ എപ്പോഴായാലും ഡയറക്ടർ ആകണമെന്ന ആഗ്രഹം അവന് പണ്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയാണ് ഭാമ പണ്ടവന്റെ അമ്മയ്ക്കും അവനും ഉണ്ടായിരുന്ന ആഗ്രഹം സാധിച്ചെടുക്കുവാനായിട്ട് അവൾ ശ്രമിച്ചതും അവനെ കൊണ്ടുവന്ന് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായി ചേർത്തിരിക്കുന്നതും. ഇതെല്ലാമാണ് ഭാമ തനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഭാമയുടെ ഒരുപാട് ആഗ്രഹങ്ങളും അവളുടെ കുറേ താല്പര്യങ്ങളെല്ലാം അവന് വേണ്ടിയിട്ട് അവൾ മാറ്റിയിരിക്കുന്നു. അവൾ അവനെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ള കാര്യവും ഭാമയുടെ കൂട്ടുകാരിയാണെങ്കിൽ റാമിനോട് പറയും. ഒരു പെണ്ണൊരാണിനെ ഇത്രയും അധികം സ്നേഹിക്കുമെന്ന് ചിന്തിച്ച് റാം തന്റെ മാമനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അങ്ങനെ റാം തന്റെ ഡിപ്രഷനെല്ലാം മാറ്റിവെച്ച് തന്റെ ദുശീലങ്ങളും ഉപേക്ഷിച്ചിട്ട് വീണ്ടും പഴയതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായി കയറി. അവന്റെ കരിയറിൽ അവൻ കോൺസെൻട്രേറ്റ് ചെയ്യുവാനായും തുടങ്ങി. അങ്ങനെ അവൻ പതിയെ പതിയെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു. ആ സിനിമ ക്ലിക്കായി. അങ്ങനെ അവൻ ഏകദേശം ഫേമസ് ആയി.
രണ്ടാമത്തെ സിനിമയും ഡയറക്റ്റ് ചെയ്യുവാനായും പോവുകയാണ്. അതും നാനിയെ വെച്ചാണ് സിനിമ എടുക്കുന്നതും. സത്യഭാമ പറഞ്ഞ 3 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഏത് അമ്പലത്തിൽ വെച്ചാണോ അവർ അവസാനമായി മീറ്റ് ചെയ്തത് അതേ മലമുകളിലെ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് റാം. അപ്പോൾ അവിടുത്തെ പൂജാരി ഇറങ്ങി വന്നിട്ട് അവനൊരു ലെറ്റർ കൊടുക്കും. 3 വർഷം മുൻപ് സത്യഭാമ എഴുതി വെച്ചിട്ട് പോയ ലെറ്ററാണ്. ലെറ്റർ തുറന്ന് വായിച്ചു നോക്കുന്ന സമയത്താണ് അവനെ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നതും. എന്തെന്നാൽ സത്യഭാമയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആണ്. ആ ഒരു വിവരം അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ അങ്ങനെ പറഞ്ഞൊഴിവാക്കിയതും. നീ എന്നെ ഓർത്ത് സങ്കടപ്പെടരുത് എന്നായിരുന്നു അവൾ ആ ലെറ്ററിൽ എഴുതിയിരുന്നതും. ആ ലെറ്റർ വായിച്ചതും റാമിന് സഹിക്കാനായില്ല. അവൻ പൊട്ടിക്കരയും. എന്റെ സത്യഭാമ ഇന്ന് ജീവനോടെ ഇല്ലേ എന്ന് ചിന്തിച്ചാണ് അവൻ കരയുന്നതും. ഇങ്ങനെയൊരു കാര്യം നടക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചതേയില്ല. അതേ സമയമായിരുന്നു റാമിനെ ഞെട്ടിച്ചുകൊണ്ട് സത്യഭാമ വന്ന് നിൽക്കുന്നതും. ഇതെന്താ പ്രേതമാണോന്ന് അവൻ ചിന്തിക്കും. പ്രേതമൊന്നുമല്ല, ഞാൻ സത്യഭാമ തന്നെയാന്ന് പറയും. രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. അല്ല, നീ ലെറ്ററിൽ എന്താ അങ്ങനെ എഴുതിയിരുന്നെന്ന് അവൻ ചോദിക്കുമ്പോൾ, എല്ലാ തവണയും ഞാൻ പൊട്ട കഥയല്ലേ നിന്നോട് പറയുന്നത്, അതുകൊണ്ട് ഞാൻ കൃത്യമായി പ്ലാൻ ചെയ്ത അങ്ങനെ ഒരു ലെറ്റർ എഴുതിയിരുന്നത് എന്നവൾ പറയുന്നു. അത് കേട്ടതും അവന് വല്ലാത്ത ദേഷ്യം വരും. ചെറിയ അസുഖമാണോ അതിനകത്ത് എഴുതിയിരുന്നത്, അതുകൊണ്ട് തന്നെ അവൾക്കിട്ട് ഒരെണ്ണം അങ്ങ് കൊടുക്കുന്നു. എന്നിട്ട് രണ്ടുപേരും വീണ്ടും കെട്ടിപ്പിടിക്കുകയാണ്. അവൻ ഇപ്പോഴാണ് ജീവൻ നേരെ വീണതും. അല്ല, ഇതെന്താ നീ കല്യാണ വേഷത്തില്, നീ എന്തിനാ എന്നോട് 3 വർഷത്തെ ഗ്യാപ്പ് ആവശ്യപ്പെട്ടതെന്നും റാമു സത്യഭാമയോട് ചോദിക്കുമ്പോൾ സത്യഭാമ പറയും, അച്ഛൻ അന്ന് വിവാഹത്തിനെ പറ്റി പറഞ്ഞ സമയത്ത് ഞാൻ നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി അച്ഛനോട് പറഞ്ഞു. അന്ന് അച്ഛൻ പറഞ്ഞത് അവൻ വെറും ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലേ, ഒരു ഡയറക്ടർ ആയിരുന്നെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു എന്നായിരുന്നു. എന്നാൽ ഞാൻ അച്ഛനോട് പറഞ്ഞു അവൻ ഉറപ്പായിട്ടും ഡയറക്ടർ ആകുമെന്ന്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, എങ്കിലൊരു കാര്യം ചെയ്യാം, 3 വർഷം സമയം അവന് കൊടുക്കാം. അപ്പോൾ അവൻ ഡയറക്ടർ ആകുമെങ്കിൽ നമുക്ക് കല്യാണം നടത്താം. പക്ഷെ ഈ 3 വർഷവും നീ അവനെ കാണുവാനോ മിണ്ടുവാനോ ഒന്നും തന്നെ പാടില്ല എന്നായിരുന്നു. അച്ഛൻ്റെ ആ ഒരു കണ്ടീഷൻ ഞാൻ സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഞാനിന്ന് നിന്നോട് വന്ന് അങ്ങനെ പറഞ്ഞതെന്നും സത്യഭാമ പറയും. എന്നാൽ ഇപ്പോൾ കല്യാണ വേഷത്തിൽ നിൽക്കാനായിട്ടുള്ള കാരണം അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സമയമായപ്പോൾ ദേ അച്ഛൻ വാക്ക് മാറി. എന്നെ ഇപ്പോൾ മറ്റൊരുത്തനെ കൊണ്ട് കെട്ടിക്കുവാനായും തീരുമാനിച്ചു. ഞാൻ അവിടെ നിന്നും ഇറങ്ങി ഓടി വരുന്നതാണെന്നും സത്യഭാമ പറയും. അപ്പോഴാണ് അവളുടെ അച്ഛൻ അവിടേക്ക് വരുന്നതും. അവളെ കൊണ്ടുപോകുവാനായി വരുന്നതാ. തോക്കും ചൂണ്ടി നിൽക്കുന്നു. എങ്ങനെയൊക്കെയോ അച്ഛനെ സമാധാനിപ്പിക്കുകയാണ് റാം. അച്ഛനോട് പറയും, ഞാനിപ്പോൾ ഡയറക്ടറാ. ആദ്യത്തെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു, അത് ഹിറ്റായി. രണ്ടാമത് നാനിയെ വെച്ച സിനിമ ചെയ്യുന്നതെന്നും അവൻ പറയുന്നു. അത് കേട്ടതും അച്ഛനൊന്ന് ആശ്വാസമായി. കാരണം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഡയറക്ടറാണല്ലോ ഇപ്പോൾ അവൻ. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും വിവാഹത്തിനും സമ്മതിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. അവരാഗ്രഹിച്ചതെന്തോ അത് നടക്കാൻ പോകുന്ന സന്തോഷത്തിൽ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.